കഴിഞ്ഞ ദിവസം കടയ്ക്കാവൂരിൽ അതിക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നു. കടയ്ക്കാവൂരിൽ വയൽത്തിട്ട വീട്ടിൽ വിജിമോൾ എന്ന 35-കാരിക്ക് നേരെയാണ് ക്രൂരത അരങ്ങേറിയത്. വിജിമോള് കഴിഞ്ഞ 12 വർഷമായി കടയ്ക്കാവൂരിൽ തന്നെയുള്ള ഗാന്ധിമുക്കിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അനു എന്ന ചെറുപ്പക്കാരനൊപ്പമാണ് താമസം. അയാൾക്ക് അപ്പോഴപ്പോഴായി 38 വയസ്സായി. കായിക്കര സ്വദേശിയാണ്. 3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ വിജിയും ഈ കായിക്കര ബിനുവും തമ്മിൽ. അവർ തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തതയില്ല. രണ്ടാം ഭർത്താവാണ് എന്ന ഒരു കരക്കമ്പി അവിടെയൊക്കെ പ്രചരിക്കുന്നുമുണ്ട്. അത് എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇവർ 12 വർഷമായി കടയ്ക്കാവൂരിൽ ചാവടിമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. കടയ്ക്കാവൂരിൽ തന്നെയുള്ള ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിലെ തൊഴിലാളിയാണ് അനു. വിജിമോൾ കോട്ടയത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അനുവിന് അതുമാത്രം മതിയല്ലോ. വിജി ഭാര്യ എന്ന് പറയുന്ന യുവതി കോട്ടയത്താണ് ജോലി ചെയ്യുന്നത്. ഇയാൾക്ക് സംശയരോഗം മുളച്ച് പൊന്തുന്നു. അതിങ്ങനെ തികട്ടി വരികയാണ്. തൻ്റെ കൂടെ താമസിക്കുന്ന യുവതി കോട്ടയത്ത് ജോലി ചെയ്യുന്നു. അവൾക്ക് അവിടെ അജ്ഞാത സൗഹൃദങ്ങളുണ്ട്. മറ്റ് പല അവിഹിത ബന്ധങ്ങളുമുണ്ടെന്ന് ഇയാൾക്ക് സംശയം. ഇതിനെ ചൊല്ലി ഇവരുടെ വീട്ടിൽ നിരന്തരം വഴക്കും വയ്യാവേലിയുമാണ്. അത് അയൽപക്കക്കാർക്കും അറിയാം. അക്കാര്യം പോലീസിനോട് അവർ പറയുകയും ചെയ്തു. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വഴക്കാണ്. 2025 സെപ്റ്റംബറിൽ ആ വഴക്ക് കൈവിട്ടുപോയി. അതായത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് തൊട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബറിൽ വിജിമോളും അനുവും തമ്മിൽ വലിയ വഴക്കായപ്പോൾ അനു എന്ത് ചെയ്തു? വാക്കത്തി കൊണ്ട് ആ യുവതിയെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അന്ന് കുറേ കാലം ഗുരുതരമായി പരിക്കേറ്റ വിജിമോൾ ചികിത്സയിലായിരുന്നു. ആ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ടും ഈ യുവതി ഇയാൾക്കൊപ്പം തന്നെയാണ് താമസം. അതൊരു ചോദ്യചിഹ്നത്തിൻ്റെ ചോദ്യമാണ്. ഇങ്ങനെ മാരകമായി ഉപദ്രവിക്കുകയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത യുവാവിനൊപ്പം എന്തിന് ഈ യുവതി താമസിച്ചു? അവർക്ക് ഇയാൾ ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കാമായിരുന്നല്ലോ. അല്ലെങ്കിൽ നിയമവ്യവസ്ഥ പറയുന്നത് പോലെ, നിയമം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഡൈവോഴ്സോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ പോലീസ് പരാതി ഉറപ്പായും ഉണ്ടാകും. പോലീസുകാരുടെ സംരക്ഷണയിൽ ഷെൽട്ടർ ഹോമുകളിലോ, അല്ലെങ്കിൽ കോട്ടയത്താണല്ലോ ജോലി, കോട്ടയത്ത് എവിടെയെങ്കിലുമൊക്കെ സ്ഥിരതാമസമാക്കി ഇയാളുടെ ആക്രമണത്തിൽ നിന്നും ഇയാളുടെ സംശയരോഗത്തിൽ നിന്നും ഈ യുവതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും സ്ത്രീയാണല്ലോ, പിൻബുദ്ധി എന്നൊക്കെ നമുക്ക് പറഞ്ഞ് കളിയാക്കാമെങ്കിലും അവരുടെ നിസ്സഹായത കൊണ്ടാകണം ഇയാൾക്കൊപ്പം തന്നെയാണ് വീണ്ടും താമസിച്ചത്. എന്നാൽ ഇയാൾക്ക് സംശയരോഗം മൂർച്ഛിച്ച് വന്നു. ഇയാൾക്ക് വീണ്ടും തൻ്റെ കൂടെ താമസിക്കുന്ന യുവതിക്ക് അപരന്മാരായ പല വ്യക്തികളുമായും സൗഹൃദമുണ്ടെന്നും അവിഹിത ബന്ധമുണ്ടെന്നൊക്കെയുള്ള സംശയം. ഇക്കഴിഞ്ഞ ബുധനാഴ്ച നാട്ടിൽ അവധിക്കെത്തിയ, അതായത് കോട്ടയത്ത് നിന്ന് തിരികെ കടയ്ക്കാവൂരിലെ വീട്ടിലെത്തിയ ഈ വിജിമോൾ രാവിലെ ബാങ്കിൽ പോയി. അതായത് ഇന്നലെ നടന്ന സംഭവമാണ്. വിജിമോൾ രാവിലെ ബാങ്കിൽ പോയി. ഇയാൾ മൊബൈൽ ഫോണിൽ വിളിച്ചു പറഞ്ഞു വർക്ക്ഷോപ്പ് വരെ വരണം, ഒരു കാര്യം സംസാരിക്കാനാണ്. അപ്പോൾ ബാങ്കിൽ പോയ യുവതി ഇയാളുടെ വാക്ക് വിശ്വസിച്ച് നേരെ ഈ വർക്ക്ഷോപ്പിലെത്തും. അവിടെ വെച്ച് 1ഉം 2ഉം പറഞ്ഞ് തർക്കമാകുന്നു ഇവർ തമ്മിൽ. അപ്പോഴാണ് ഈ ക്രൂരനായ യുവാവ് കയ്യിൽ കരുതുന്ന വടിവാളെടുത്ത് അവരുടെ കൈത്തണ്ട വെട്ടിമുറിച്ചത്. കഴുത്തിനും തലയ്ക്കുമൊക്കെ മാരകമായ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാർ അയ്യോ പൊത്തോ എന്ന വലിയ വായിൽ നിലവിളിച്ച് പോലീസിനെ വിളിച്ചു വരുത്തി. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ യുവതിയെ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മുറിവ് ഗുരുതരമാണ്, അപകടകരമാണ്, അപകടകരമെന്നാൽ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകാം, നിങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. അങ്ങനെ യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എന്നിട്ട് ഈ പ്രതി എന്താണ് ചെയ്തത്? ആ യുവതിയുടെ സ്കൂട്ടർ, ഇയാൾ അവിടെ ആയുധമൊക്കെ ഉപേക്ഷിച്ചിട്ട് യുവതി വന്ന സ്കൂട്ടർ എടുത്തുകൊണ്ട് ഒറ്റ മുങ്ങൽ വെച്ച് കൊടുത്തു. മുങ്ങി എവിടെ പോകാൻ? വർക്കല എത്തിയപ്പോൾ പോലീസ് പോക്കി. വർക്കലയിൽ നിന്ന് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് സംശയരോഗമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കുന്നത്. ഈ സംശയരോഗത്തിൻ്റെ പേരിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതുപോലുള്ള ആക്രമണം നടന്നിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ യുവതി വീണ്ടും ഈ മണ്ടത്തരം ഇയാൾക്കൊപ്പം വന്ന് താമസിച്ചത്? ഇയാൾ ഇങ്ങനെ ഒരു ആക്രമണകാരിയാണെന്നും തന്നെ ഏത് നിമിഷവും വകവരുത്താൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു കപടനാട്യക്കാരനാണെന്നും ഉത്തമ ബോധ്യമുണ്ടായിട്ടും ഇയാൾക്കൊപ്പം തന്നെ ഇവർ താമസിച്ചു എന്നതാണ് ഒന്നാമത്തെ വലിയ വീഴ്ച. അതുകൊണ്ട് നാട്ടിലെ യുവതികളോട് പറയാനുള്ളത്, ഇങ്ങനെ ഒക്കെ സാഹചര്യങ്ങൾ നേരിടുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ വീണ്ടും ഇത്തരക്കാരായ ആളുകൾക്കൊപ്പം താമസിക്കാതെ പോലീസിൻ്റെ നിയമോപദേശം സ്വീകരിച്ച്, അല്ലെങ്കിൽ അഭിഭാഷകരുടെ നിയമോപദേശം സ്വീകരിച്ച്, കോടതി നിർദ്ദേശമൊക്കെ കണക്കിലെടുത്ത്, കോടതിയിലൊക്കെ കേസ് പോകുമ്പോൾ കോടതി ചില നിർദ്ദേശങ്ങൾ തരും. ആ നിർദ്ദേശങ്ങളൊക്കെ കണക്കിലെടുത്ത് മാറി താമസിക്കുക.
മാറി താമസിക്കുകയും ഈ ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതുമാണ് അവരുടെ ശാരീരികവും മാനസികവുമായ സുരക്ഷയ്ക്ക് നല്ലതെന്ന് തെളിയിക്കുന്ന ധാരാളം, ഒന്നിലധികം സംഭവങ്ങളല്ല, 1000 സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഒരു പക്ഷേയെങ്കിൽ ഇനിയും ഇത്തരം ക്രൂരതകൾ അരങ്ങേറാം. പക്ഷേ ഇത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് ഓർമ്മിപ്പിക്കട്ടെ.